ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പൊന്നു ഹരിതേ, നമുക്കതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം. നീ ഒന്ന് അടങ്ങ്, സമാധാനിക്ക്. സമാധാനിക്കാം. ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. നിന്റെ കാല് പിടിക്കാം. എന്താ വേണ്ടത് നിനക്ക്? ജോലിയും കൂലിയും ഇല്ലാതെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ കഴിയുന്ന നിന്റെ കൂടെ ഞാൻ ഇനി നിൽക്കില്ല. നീ എത്രയും പെട്ടെന്ന് സ്വന്തമായി ഒരു വരുമാന മാർഗം ഉണ്ടാക്കണം. നീ വളരെ കാലം എന്റെ ശമ്പളക്കാരനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് സ്റ്റാർട്ടപ്പ് ബിസിനസിന്റെ പേരും പറഞ്ഞ് ലക്ഷങ്ങൾ ദൂർത്തടിച്ച് ജീവിച്ചു. ഇപ്പൊ വീണ്ടും അച്ഛനമ്മമാരുടെ ചെലവിൽ കഴിയുന്നു. ഇനി അത് ശരിയാവില്ല. ഭർത്താവായ നിന്റെ ചെലവിൽ ജീവിക്കണം എനിക്ക്. എന്താ അതിന് പറ്റുമോ? എന്താ നിനക്കൊരു മൗനം? നടക്കത്തില്ലെങ്കിൽ പറഞ്ഞേക്ക്. ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. അറിയാലോ, എന്നെ മറ്റൊരാളെ കൊണ്ട് കെട്ടിക്കാനുള്ള തയ്യാറെടുപ്പിൽ അപ്പച്ചി. ഞാനൊന്ന് സമ്മതം മൂളേണ്ട ആവശ്യമുള്ളൂ. അതിന് ഞാനൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മനോജ് അന്വേഷിച്ചോണ്ടിരിക്കുന്ന കാര്യമൊന്നും എന്നോട് പറയണ്ട. കുറെ നാളായില്ലേ തുടങ്ങിയിട്ട്. മനോജ്, എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് ജോയിൻ ചെയ്യണം. അല്ലെങ്കിൽ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടാൻ നീ തയ്യാറായിക്കോ. വേണ്ട. ഒരു കാര്യത്തിൽ എനിക്കിപ്പോ സന്തോഷം തോന്നുന്നുണ്ട്. എന്റെ പെങ്ങളായിട്ട് തന്നെ എന്റെ വയറ്റിൽ കിടന്ന് കുഞ്ഞിനെ കൊന്നതില്. അതെ മനോജ്, അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ എന്റെ കുഞ്ഞിനെ ആഹാരത്തിന്റെ മുമ്പിൽ നാട്ടി പായിച്ചേനെ. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. എന്തുപറ്റി? മനസ്സിന് ഒരുപാട് പ്രയാസമുണ്ട് ചന്ദ്രു. എന്തൊക്കെയായാലും ഹരിത നമ്മുടെ മരുമോളല്ലേ. ഇത്രയും നാളും പരസ്പരം പിരിഞ്ഞു നിന്നതിന് ശേഷവും അവൾ ജോലിയും കൂലിയും ഇല്ലാത്ത മനോജിനൊപ്പം തിരികെ വന്നത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. കോടീശ്വരിയാ അവള്. അതുപോലും ഓർക്കാതെ ആഹാരം കഴിക്കാൻ വന്നിരുന്ന അവളുടെ മുന്നിലെ അന്നം തട്ടിത്തെറിപ്പിച്ചത് മഹാക്രൂരതയായിപ്പോയില്ലേ ചന്ദ്രു? അവന്റെ അനിയന്റെ ഭാര്യയല്ലേ ഹരിത. ഒരു സാമാന്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവനത് ചെയ്യുമായിരുന്നോ? അവന് ജന്മം നൽകിയത് ഞാനാണല്ലോ നോർത്ത് വല്ലാതെ ലജ്ജിച്ചുപോയി. മകന്റെ ക്രൂരതയിൽ വല്ലാതെ തരം താണു പോയ ഒരച്ഛന്റെ കുറ്റബോധത്തിലായിപ്പോ ഞാൻ. മാധവേട്ട, എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് മനോജിന് കുറച്ച് പണം കൊടുത്ത് സഹായിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ വിവാഹമോചനത്തിനുള്ള ഹരിതയുടെ വക്കീൽ നോട്ടീസ് മനോജിന് കൈപ്പറ്റേണ്ടി വരും. നീ പറയുന്ന പ്രകാശം കാണിച്ച കൊള്ളരുതായ്മയ്ക്ക് മാപ്പ് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോയതാ ഞാൻ. മനോജിനെ ഹരിത ഒന്നിനും കൊള്ളാത്തവനെന്ന് കുറ്റപ്പെടുത്തുന്നത് ഞാൻ കേട്ടു.
മനോജ് എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തി സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കി ജീവിക്കണമെന്ന ഹരിതയുടെ നിലപാട്. മനോജിന്റെ ശമ്പളക്കാശിന്റെ ചെലവിൽ 10 ദിവസമെങ്കിലും ജീവിക്കണമെന്ന ഹരിതയുടെ ആഗ്രഹം. ഏതൊരു ഭാര്യയുടെയും ന്യായമായ ആഗ്രഹമല്ലേ ചന്ദ്രു അത്? ഉം, അതിന് കഴിവില്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പോകരുത്. അതെ. ആ ആഗ്രഹം നടന്നില്ലെങ്കിൽ മനോജുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുമെന്ന ഹരിത പറയുന്നത്. ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ കുറച്ചു പണമെങ്കിലും ഉടനെ കൊടുത്തേ മതിയാവും. ഒരു 10,000 രൂപയെങ്കിലും സ്വന്തം ബിസിനസ്സിൽ നിന്നുണ്ടാക്കി മനോജ് ഹരിതയെ ഏൽപ്പിച്ച അവൾക്കത് സന്തോഷാവും. ബന്ധം വേർപ്പെടുത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുകയും ചെയ്യും. മാധവേട്ട, ഇല്ലെങ്കിൽ ഹരിത ഈ ജന്മം ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. അത്രയ്ക്ക് സഹിച്ചു നിൽക്കുക അവള്. നീ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ബിസിനസ് തുടങ്ങാനുള്ള പണം എങ്ങനെ കൊടുക്കാനാ? ഊർമിള തന്ന 5 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കല്ലേ. സെക്രട്ടറിയാ. എന്താടോ? ആ കേസിന്റെ വിധി നാളെയാണ്. ആരൊക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. കോടതി വരാന്ത് മുഴുവൻ നിറങ്ങിയത് ഞാനല്ലേ. നാളെ വിധി എനിക്ക് അനുകൂലമായി വരുമോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിപ്പം പിന്നീട് പതറുന്നേ. ഇവിടെ കുറുപ്പാരുടെ ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് വെറും കള്ളക്കഥകൾ മാത്രമാണ്. പിന്നെ എന്തെങ്കിലും കള്ളക്കളികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്ക് വേണ്ടിയാണ്. അതും പാർട്ടി തീരുമാനം അനുസരിച്ച്. ഇനി തനിക്ക് വല്ല സംശയമുണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ചാനൽ ചർച്ചകളൊക്കെ നമുക്ക് അനുകൂലമായിട്ടല്ല. അതുകൊണ്ടൊരു മുൻകരുതൽ എടുക്കണമെന്ന് സൂചിപ്പിച്ചതാണ്. മനസ്സിലായില്ല. അല്ല, അപ്പീലിൽ പോകാനുള്ള പേപ്പറുകൾ നീക്കാനും കൂടി ഇപ്പോഴേ വക്കീലിനോടൊന്ന് സൂചിപ്പിച്ചേക്കണം കേട്ടോ. ശരി, ഞാൻ വിളിക്കാം. മാനത്തെ കൊട്ടാ